ഹായ് ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു SS Vlogs. അപ്പം നമ്മൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ രാവിലെ എണീറ്റ് യൂണിവേഴ്സിറ്റി പോകണമായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മഴ കാരണം എല്ലാം ചതിച്ചു. രാവിലെ ആക്ച്വലി ഞങ്ങൾ വ്ലോഗ് എടുത്ത് തുടങ്ങിയതാണ്, പക്ഷെ ഫ്ലോപ്പായി പോയി. അപ്പൊ പക്ഷെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോയി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ ചിക്കൻ സോറി കിച്ചണില് എന്താണ് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ രാവിലെ ഞങ്ങൾ പോയി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് വിശക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു നമുക്ക് വെജ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കാണിക്കാന്ന് ഓർത്ത് എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാമല്ലോ. ആരുടെയെങ്കിലും റെസിപ്പി എടുത്ത വീണ ചേച്ചിയുടെ എല്ലാവർക്കും അറിയായിരിക്കും, വീണാസ് കറി വേൾഡ്. നമ്മൾ ആക്ച്വലി ചേച്ചിയുടെ നോക്കിയിട്ട് ഒരു ആലു പറാത്ത ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇത് ഇന്നല്ലെങ്കിൽ നാളായിട്ട് നമ്മളത് ഇടും. അപ്പം ഇന്ന് നമ്മള് ആളുടെ തന്നെ റെസിപ്പിയാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് വെജ് ബിരിയാണിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടേ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ഇത് 4 ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവപ്പട്ട എന്നല്ലേ, ഇത് ബേ ലീഫ്, പിന്നെ നമ്മുടെ സവോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബൗള്. അപ്പം നമ്മൾ ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, മതി. യെസ്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് നമ്മൾ സ്പൈസസ് ഇടും. യെസ്, സ്പൈസസ് ഓൾറെഡി നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബേ ലീഫാണ്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാനൊന്ന് കീറി ഇടുക. ദൈവമേ കുഴപ്പമില്ല, എത്ര മതിയോ? പാവോന്നാ. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കുറച്ച് കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക ഒടിച്ചിടണോ? വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, ഇഞ്ചി ഇതിടണോ ഇപ്പോൾ? വേണ്ടല്ലോ. ഓക്കെ, ഇതൊന്ന് നമ്മൾ ഇളക്കി അത് മുരിഞ്ഞു വരില്ലേ, അപ്പോഴത്തേക്കും നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇനി നമ്മൾ എടുത്തത് ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചു വെച്ച പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇത് ഒരു 3 സവോളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 സവോള അരിഞ്ഞു വെച്ച സവോള നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയുടെ കണക്കൊന്നും പറയുന്നില്ല, നമ്മുടെ എരിവിനനുസരിച്ച്. ഇപ്പം ഞങ്ങൾ ഇടുന്നത് ഇത്രയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മുളക് പൊടി കുറച്ച് എരിവുള്ള കുറച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഒരു സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. മതി. ഇനി നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പ് ചിക്കൻ മസാലയും കൂടെ ഉണ്ട്. സോറി, ചിക്കൻ മസാല അല്ല, ബിരിയാണി മസാല. ബിരിയാണി മസാലയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടത് വഴറ്റുക. ആ മസാലയുടെ ആ ഒരു കുത്തല്
മാറി കിട്ടുന്നവരെ നന്നായിട്ട് അത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, മസാല നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും ചേച്ചിയുടെ എടുത്ത് വെച്ച് ഞങ്ങൾ അതിൻ്റെ ഇടയിലും മസാലയൊക്കെ ചില ഞങ്ങളുടെ ഇടയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രേ പറഞ്ഞേക്കാം. നമ്മുടെ പ്രോ ഷെഫ് സ്വാ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇതിലോട്ട് നമ്മൾ അരി ഇടാൻ പോണേ. അരിയിട്ടൊന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇത് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം അരി വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ അരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അരി വിട്ട് വിട്ട് കിട്ടും. അപ്പം അരി ഇട്ടു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളം ആഡ് ചെയ്യാണ്. ഒഴിച്ചോ. 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ഗ്ലാസ് ഒഴിച്ചു. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുക. എന്നിട്ട് അടച്ച് ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വെക്കുക. അത് കഴിഞ്ഞിട്ട് മാറ്റി ചൂടില്ലാത്ത അടപ്പിൽ നിന്നും ചൂടുള്ള അടപ്പിൽ നിന്ന് മാറ്റി ചൂടില്ലാത്ത അടപ്പിൽ ഒരു 15 മിനിറ്റ് വെക്കുക. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അത് ഇതാക്കി എടുക്കുക. നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റി അപ്പുറത്തെ സ്റ്റൗവിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു. എന്നിട്ടൊരു 15 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ ബിരിയാണി റെഡി ആവുന്നത്. ഓക്കെ, ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് മേലെ നിൽക്കണം, കാരണം അരിയിൽ ഉപ്പ് പിടിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ചോറായിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ 15 മിനിറ്റ് ആയി. നമ്മൾ കുക്കർ തുറക്കാൻ പോവാണ്. എന്താവും അറിയില്ല. ഓക്കെ, തുറന്നു. വാവ്, ഫൈനലി ഇറ്റ്സ് ഡൺ. ഇനി നമ്മളില്ലേ ഇങ്ങനെ ഇട്ട് എടുക്കണം. അല്ലെങ്കിൽ കട്ട പോലെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കി എടുക്കണം. ഞാൻ സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ് ഗൈസ്, സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം കാണിച്ചു തരാം. റൈസ്, സാലഡ്, പപ്പടം. ഇത് നമ്മുടെ നോർമൽ പപ്പടം. ഇതിനകത്ത് മറ്റേ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് വറുത്ത പപ്പടം കേട്ടോ. അതാർക്കാണെന്ന് പിന്നെ വെള്ളം. ചില്ലി ഫ്ലേക്സിന്റെ എന്താണ്? ഞങ്ങൾ താഴത്തിരുന്നാണ് കഴിക്കുന്നത്. കാരണം ഇവിടെ ടേബിൾ ഉണ്ട്. ചില്ലി ഫ്ലേക്സിന്റെ ലവറിന് വേണ്ടി ഉണ്ടാക്കിയതാ പപ്പടം. ടേബിൾ ഉണ്ട്, പക്ഷെ ഒരു ചെയറേ ഉള്ളൂ. അപ്പം നമ്മൾ മിക്കവാറും അല്ല, നമ്മൾ എപ്പോഴും നമ്മൾ ഇവിടെ താഴത്തിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇനി കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ബൈ. സോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അടിപൊളിയായിരുന്നു. കുറഞ്ഞ സമയത്തിൽ വളരെ ഡെലീഷ്യസ് ആയിട്ടൊരു ഫുഡ്. അതെ, അത് ആക്ച്വലി വെജിറ്റബിൾ ഉണ്ടോ? ഞങ്ങൾ വെജിറ്റബിൾ സ്കിപ്പ് ചെയ്തു. പക്ഷെ നല്ലതാട്ടോ, വെജിറ്റബിൾ ഇല്ലെങ്കിൽ നല്ലതാണ്. മസാല ചോറ് നൈസായിരുന്നു. അപ്പം ഇനി അടുത്തത് ഞങ്ങൾ ആദ്യം ഒരു പടം ഇരുന്ന് കാണാന്നാണ്. ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ പടമൊക്കെ സെലക്ട് ചെയ്ത് കണ്ടു തുടങ്ങി. അപ്പം ഞങ്ങൾ ഓർത്ത് റൂം കഴിഞ്ഞ ആഴ്ച ഷിഫ്റ്റിംഗ് ക്ലാസ്സും അസൈൻമെന്റ്സും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അടിച്ചു വാരൽ മാത്രമേ നടന്നുള്ളൂ, തുടച്ചിട്ടില്ല. അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചു അടിച്ചു വാരി ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. കോലം കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര മെസ്സായിട്ട് കിടക്കുകയാണ്. സോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പം തുടങ്ങുമല്ലേ? യെസ്.
ഒരാൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വരികയാണ്. ഞാൻ കിച്ചൺ ഡ്യൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കിച്ചണാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ റൂമിൽ നിന്നും ഇവിടെ നിന്നൊക്കെ അടിച്ചത് ഇത്രയും വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കിച്ചണിൻ്റെ കോലം എന്ത് ചെയ്താണ്, കിച്ചണിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത്രം ഉണ്ടായിരുന്ന മൊത്തം കഴുകി കയറ്റി. അപ്പോൾ ബാക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഹായ്. അങ്ങനെ ഞങ്ങൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് കാണാം. നമ്മൾ കിച്ചൺ ലൈറ്റില്ല വരും, ലൈറ്റ് വരും സീസേ കണ്ട. ഇത് നമ്മളിടണം. ഇവിടെയാണ് ഞാൻ തേച്ച് കഴുകിക്കൊണ്ടിരുന്ന സാധനം, ബർണർ. അല്ല, ഇത് ബർണർ അല്ലല്ലോ, അടപ്പ്, ഗ്യാസ് അടുപ്പ്. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകുന്നത്. നമുക്ക് വീണ്ടും ഇവിടെ നമ്മൾ ഷൂ ഒക്കെ വെച്ചേക്കണം. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഇനി അടുത്ത പരിപാടി സിനിമ കാണല്. അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ മൂവിക്കിടയിൽ ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു. കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു. അപ്പം വളരെ കൊല്ലും ഗൈസ്. അപ്പോൾ കോഫി ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. ഇന്ന് വേറൊരു തരത്തിലുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആക്ച്വലി വിസ്കൊക്കെ ഇങ്ങനെ ബിസ്കല്ല വിസ്കർ വിസ്കൊക്കെ വിസ്കറൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് അരിപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഏതോ റീലിലെ കണ്ടാ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. ഇവളുടെ എല്ലാം ഫ്ലോപ്പാണ് ഗൈസ്. അതെ, ഇവളും നേരെ ഇത് ഇടാൻ പോവുകയാണ്. എങ്ങനെയാവും അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിസിറ്റ് ചെയ്തിട്ട് കുടിക്കുന്നത്. പക്ഷെ കുടിക്കണേ കണ്ടിട്ടുണ്ട് കേട്ടോ, ഐസിൽ, ഐസ് വെള്ളത്തിൽ. ഇതിലോട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നു. യെസ്. സോഡ ഒഴിക്കുന്നത്. ചിപ്പ് കുടിക്ക്, ടേസ്റ്റ് കുടിച്ചിട്ട് ടേസ്റ്റ് പറയാം. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കുടിക്കണേ. പാല് കിട്ടിയത് കൊണ്ട് വെള്ളത്തിൽ നമ്മുടെ ലാറ്റ ഇല്ലേ, അതിന്റെ മിൽക്ക് ഇല്ലാത്തതിന്റെ ആ ഒരു ടേസ്റ്റ്, ആ സാധനം കുടിച്ചു നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒക്കെ താഴെ ഒക്കെ അല്ലെങ്കിൽ കൈ അതിന് ചൂട് കുടിക്കാനറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ചൂട് കുടിക്കാനറിയില്ല. കൊള്ളാം. ഞാൻ ചൂട് കുടിക്കുമ്പോൾ എപ്പോഴും നാക്ക് കൊള്ളും. അടിപൊളി. അപ്പോൾ മൂവിയൊക്കെ കണ്ട് അത് ഞങ്ങളുടെ കോലം കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതൊരു ഒരു ഒരു എൻജോയബിൾ ആക്ഷൻ പാക്ഡ് മൂവിയാണ്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ലതാണ്. നാനിയെ പൊതുവെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഈച്ച. പിന്നെ നസ്രിയയുടെ കൂടെ ഒരു പടമുണ്ട്. അത് എനിക്കറിയില്ല എത്ര പേർക്ക് ആ മൂവി ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ മൂവി. അപ്പം ഇതും ചിലപ്പം കുറെ പേർക്ക് ഇഷ്ടപ്പെടാം, കുറെ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഓക്കെ, പേര് സെരിപ്പോത ശനിവാരം, അങ്ങനെ തന്നെയാ പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു, അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം അതാണ്
ഇന്ന് കണ്ടത്. ഇത് കണ്ടു. അപ്പം ഇന്നിനി വേറെ പ്രത്യേകിച്ച് ആക്ച്വലി വൈകുന്നേരമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ 5 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പുറത്തിറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ല മഴയാണ്. ഇന്ന് ഫുൾ മഴയായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ നാളെ നോക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നേരത്തെ കിടക്കണം, കാരണം രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് ചെയ്യാനിരിക്കുന്നത് കുറച്ചും കൂടി ഇഷ്ടം. അതാകുമ്പോഴത്തേക്ക് അങ്ങ് ഇരുന്ന് ചെയ്തോളും. കുറച്ച് നേരം വീട്ടിലും വിളിച്ചിട്ട് ഇരുന്ന് അങ്ങ് അസൈൻമെൻറ്റ് ഇരുന്ന് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഒരു 10:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആവും. അപ്പോഴത്തേക്കും അങ്ങ് കുളിച്ചങ്ങ് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയാൽ മതി. അപ്പോൾ നാളെ അപ്പോൾ ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് പോയി ഫേസ് വാഷ് ചെയ്ത് കിടന്നുറങ്ങണം. ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം. പ്രത്യേകിച്ചൊന്നുമില്ല. ഉച്ചത്തെ സെയിം സാധനം തന്നെ ഇരിപ്പുണ്ട്. രാത്രിത്തേക്കും കൂടെ ഇതാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് കഴിച്ച് കിടന്നുറങ്ങണം. സോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ പുറത്ത് പോവുകയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഇടും. ഇത്രേ ഉള്ളൂ.